സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുതനേ ശരണമയ്യപ്പ ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം. നമ്മളിന്ന് അനുഷ്ഠാന കലയായ ശാസ്താംപാട്ടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ശാസ്താംപാട്ട്, ശാസ്താവിനെ കുറിച്ചുള്ള പാട്ട്. ഇത് പാലാഴിമതനം എന്ന രീതിയിലും പാടുന്നു, ശൂർപ്പകൻ കവി എന്ന രീതിയിലും ഈ കഥ പാടുന്നു. അതിൽ ശൂർപ്പകൻ കവി എന്ന രീതിയാണ് ഞാനും എൻ്റെ ഗുരുക്കന്മാരും അവതരിപ്പിച്ചു വന്നിരുന്നത്. എൻ്റെ ജ്യേഷ്ഠനും അച്ഛനും അച്ഛൻ്റെ ഗുരുവായ കുട്ടിയാശാനും കുട്ടിയാശാൻ്റെ ഗുരുവായ അരയനും പഠിച്ച് അനുവർത്തിച്ചു വന്ന ഈ കല, ഒരു കാലത്ത് ഈ കലയെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. കാരണം ഇത് അനുഷ്ഠാന കലയാണ്. ഭക്തിയോടുകൂടി മാത്രമേ ഇത് അനുഷ്ഠിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഗുരുമുഖത്തു നിന്നും കേട്ട കാര്യങ്ങൾ അതേപടി ആവർത്തിക്കുക എന്നതാണ് ഈ വഴിയുടെ രഹസ്യം. കാരണം ഗുരുവിൻ്റെ ശാപം ഇതിൽ എല്ലാവരും ഭയന്നിരുന്നതാണ്. എന്നാൽ അത് എൻ്റെ അനുഭവം വെച്ച് നോക്കിയാൽ യാഥാർത്ഥ്യവുമാണ്. എൻ്റെ ജ്യേഷ്ഠൻ അച്ഛൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലിരുന്ന് ഒരുപാട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് എനിക്കെന്നത് പഠിക്കാനുള്ള സൗകര്യം അവർ നിഷേധിച്ചു. എന്നാൽ വീട്ടിലിത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുമ്പോൾ ശ്രവണം കൊണ്ട് ഞാനിത് കേട്ട് പഠിച്ചിരുന്നു. ഇത് പറയാൻ കാരണം ഇതിൽ ഒരുപാട് താളങ്ങളുണ്ട്. ഇന്ന് വാസ്തവത്തിൽ താളങ്ങൾ ശാസ്താംപാട്ടിൽ വളരെ കുറവാണ്. അന്നത്തെ കാലത്ത് താളത്തിലൂടെ മത്സരിക്കുകയും ആ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഒരു ടീമും മറ്റു ടീമും മത്സരിക്കുമ്പോൾ താളത്തിലൂടെയാണ് അതിലെ വിജയിയെ നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ തുടർന്നു വന്ന ഒരു കല എൻ്റെ അച്ഛൻ്റെ കാലശേഷം എൻ്റെ ജ്യേഷ്ഠനിലും എൻ്റെ ജ്യേഷ്ഠൻ്റെ കാലശേഷം അത് നശിച്ചു പോകുന്നു. ഈ കല അങ്ങനെ നശിക്കാൻ പാടില്ലാത്തതാണ് എന്നൊരു ബോധ്യം എനിക്ക് വന്നതിനാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ അത്യാസന്നമായൊരു നിലയിൽ ഞാൻ എൻ്റെ കഴിവുപയോഗിച്ച് റെക്കോർഡ് ചെയ്ത ആ പാട്ടുകളും, എന്നാൽ അന്നത്തെ അനുഭവത്തിൽ നിന്നും എനിക്ക് സിദ്ധിച്ച ആ അറിവ് വെച്ച് ശാസ്താംപാട്ടിലെ രാജതാളം എന്ന ആ താളത്തിൽ പാടാനും അത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ കല പലർക്കും, ഞാൻ ജ്യേഷ്ഠൻ്റെ കൂടെ പല സ്ഥലത്തും ശാസ്താംപാട്ടിനായി പോയിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും എനിക്ക് ഏറ്റുപാടാനല്ലാതെ ഒരു പാട്ട് താളത്തിൽ പാടുവാനുള്ള അറിവുണ്ടായിരുന്നില്ല. കാലക്രമേണ എങ്ങനെയോ എന്നിലത് വന്നു ചേരുകയും ഇപ്പോൾ ഞാൻ താളമൊക്കെ കൊട്ടി, അപൂർവം താളങ്ങൾ എല്ലാം എനിക്ക് താളം അറിയാമെന്നുണ്ടെങ്കിലും പാട്ടും താളവും കൊട്ടിപ്പാടാനുള്ള കഴിവില്ല. ഇതിൽ തലപ്പാട്ട് എന്ന് പറയുന്നത് ആദ്യം പാടുന്ന ആളാണ്.
ഏറ്റുപാടുന്ന ആൾക്കാർക്ക് അത്രയും ബുദ്ധിമുട്ട് വരാറില്ല. തലപ്പാട്ട് പാടുന്ന ആൾ പാട്ടിൻ്റെ വരികളും അതോടൊപ്പം താളവും അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുമെല്ലാം വരുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി തനിക്കൊപ്പം മറ്റുള്ളവർ കൂടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും പാട്ടിലൂടെ അവർക്ക് തന്നെ പിന്തുടരാൻ സാധിക്കുന്നുണ്ടോ എന്നും കൂടിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷമേ ഒരു തലപ്പാട്ട് പാടുന്ന ആൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ താളങ്ങൾ കൂട്ടി പാടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ലഭ്യമായ രീതിയിൽ ആധുനിക സംവിധാനങ്ങൾ ലഭ്യമായപ്പോൾ ഇതെങ്ങനെയായാലും ഇത് റെക്കോർഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്താൽ അങ്ങനെയാണ് ഞാൻ ഇത് യൂട്യൂബിലേക്ക് പകർന്നത്. എന്നാൽ ഒരുപാട് പേർ ശ്രദ്ധിക്കുകയും പലരും ഇതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ അതിന് സമയമില്ലാതെ പാട്ട് ആസ്വദിക്കാൻ പറ്റാതെ അവസരമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മറ്റുള്ളവർ ചെയ്യാത്ത ഒരു രീതിയിലേക്ക് ഇതിൻ്റെ ഒരു അർത്ഥവ്യാഖ്യാനം നടത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഉദ്യമം എല്ലാവരും സദയം ക്ഷമിക്കണം. ഇത് അനുഷ്ഠാന കലയാണ്. കഥ പറയാൻ ആരും തയ്യാറായിട്ടില്ല. എന്നാൽ കലിയുഗവരദനായ ശാസ്താവിൻ്റെ നാമം കലിയുഗത്തിൽ മലിനമാകാതെ ഇരിക്കണമെങ്കിൽ ശാസ്താവിനെ അർത്ഥമറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നിങ്ങൾക്കറിയാം, ശബരിമല ശാസ്താവ് എന്നുള്ളത് ഒരു വിവാദ വിഷയമായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പലരും അംഗീകരിക്കും എന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഞങ്ങൾ അനുവർത്തിച്ചു വന്ന ആ കല അതിൻ്റെ മാധുര്യം നഷ്ടപ്പെടാതെ അർത്ഥവത്തോടുകൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. കാരണം പല സ്ഥലത്തും ഇടയ്ക്ക് വെച്ച് പാട്ട് പാടുമ്പോൾ സമയത്തിനനുസരിച്ച് നിർത്തണമെന്നും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയം വെട്ടിക്കുറയ്ക്കണമെന്നുമുള്ളൊരു പല വാക്കുകളും വരിക ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് അങ്ങനെ നമുക്ക് തോന്നുന്ന മാതിരി നിർത്താനോ അർത്ഥവ്യാഖ്യാനമില്ലാതെ ആവർത്തിക്കാനോ സാധിക്കുന്ന ഒരു കഥയല്ല. കാരണം നിങ്ങൾ ഈ യൂട്യൂബിൽ ഈ പാട്ട് ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഗുരുവന്ദനം, ഗണപതി, സരസ്വതി. ഇതിന് ശേഷം വീണ്ടും സമയത്തിനനുസരിച്ച് ഗണപതിയും സരസ്വതിയൊക്കെ ആവർത്തിച്ച് നമ്മൾ കഥയിലേക്ക് കടക്കുകയാണ്. കഥ എന്നുള്ളത് നമ്മൾക്കറിയാം, മഹാദേവന് വിഷ്ണുവിലുണ്ടായ മകനാണ് ഹരിഹരസുതൻ, ഹരിയുടെയും ഹരൻ്റെയും സുതൻ. ഇതിന് ഒരു അർത്ഥവ്യാപ്തിയുണ്ട്. കാരണം ഭൂമിയിൽ മഹിഷൻ എന്ന അസുരൻ്റെ ശല്യം കൂടിയപ്പോൾ ആ മഹിഷനെ ചണ്ഡികയാം തവ മാതാവ് മഹിഷനെ കൊന്നതുമൂലം സോദരിയാം മഹിഷി പോയി നാൽമുഖന് തപസ്സുകൾ ചെയ്തു. ആരാലും ബാധിതയായി കൂടാ എന്നൊത്തൊരു വണ്ണം വരവും സമ്പാദിച്ച് ദേവകളെ തോൽപ്പിച്ച് അവൾ ദേവിയായി വാണിടുന്നു. അവളെ വധിപ്പതിനായി മമസൂത നീയുളവായി എന്ന് ഭഗവാൻ ശാസ്താവിനോട് പറയുന്നു. ആ കഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളുടെ ദേവാസുര യുദ്ധം കഥ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ആ കഥയുടെ ആരംഭം ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഉള്ള യുദ്ധം. അതാണ് കജൻ്റെ കഥ. കജനെങ്ങനെ ശൂർപ്പകനായി, കജൻ എന്നതാര്, ഈ കഥ വിവരിക്കുന്നതാണ് ശൂർപ്പകൻ കവി. എല്ലാവരും വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഇത് മനസ്സിലാക്കി കഥയിലൂടെ പോകാതെ കഥയിലുള്ള സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം.
ഗുരുക്കന്മാർ കഥ പറയുന്നത് സത്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അധർമ്മം നാട്ടിൽ പെരുകുമ്പോൾ അധർമ്മത്തെ നശിപ്പിക്കുവാനായി ധർമ്മം അവതരിക്കുന്നു, അവതാരമുണ്ടാകുന്നു ധർമ്മ സംസ്ഥാപനത്തിനായി. ആ കഥ തന്നെയാണ് ഈ കഥയിലൂടെയും ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ആ കഥയിലേക്ക് നമുക്ക് പതുക്കെ പ്രവേശിക്കാം. ഈ കഥ ആരംഭിക്കുന്നത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. ശൂർപ്പകൻ കവി എന്ന രീതിയിലൂടെയാണ് ഈ കഥ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ശാസ്താവിൻ്റെ ജനനം എന്തിനാന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. മഹിഷി വധത്തിന് വേണ്ടിയാണ് ശാസ്താവ് അവതരിക്കുന്നത്. ആ കഥയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, മഹിഷനെ കൊന്നത് മൂലം ചണ്ഡികയാം തവമാതാവ് എന്ന് പറഞ്ഞത് പാർവതി മഹിഷനെ കൊന്നത് മൂലം. മഹിഷൻ്റെ സ്ഥലം മൈസൂർ, നിങ്ങൾക്കറിയാം. മൈസൂരാണ് മഹിഷൻ്റെ സ്ഥലമാണ് മൈസൂർ ആണ് മൈസൂരായി മാറിയത്. ഇന്ന് നമ്മൾ പോയാൽ കാണാം ചാമുണ്ഡി ഹില്ല്. ഈ ചാമുണ്ഡി എന്ന് പറയുന്നതാണ് ചണ്ഡികയാം തവമാതാവ് എന്ന് പറയുന്ന അമ്മ, സാക്ഷാൽ ദേവി. അപ്പോൾ മഹിഷനെ കൊന്നപ്പോൾ അങ്ങനെ സോദരിയ മഹിഷി പോയി നാൽമുഖനെ തപസ്സുകൾ ചെയ്തു. മഹിഷി എന്ന് പറയുന്നത് എരുമയാണ്. എരുമയുടെ പേരാണ് മഹിഷി എന്ന് പറയുന്നത്. ആ കഥ ആണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ആ മഹിഷിയെ ശാസ്താവ് കൊല്ലുന്നു. ആ മഹിഷി, ആ എരുമ, അങ്ങനെ എരുമ വീണ സ്ഥലത്താണ് എരുമേലി എന്ന് പറയുന്നത്. നമുക്കിന്ന് ആ സ്ഥലം എല്ലാവർക്കും അറിയാം, എരുമേലി. അതിൽ പല കഥകളുണ്ട്. ആ ശാസ്താവ് എന്തിനത് വധിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അതെല്ലാം ഈ പാട്ടിലൂടെ ഇന്ന് വ്യക്തമായൊന്നും തോന്നുന്നില്ല. നമ്മൾ ഇവിടെ ദേവാസുര യുദ്ധവും ആ യുദ്ധത്തിലൂടെ എങ്ങനെ ശാസ്താവ് ജനിച്ചു എന്നുള്ളൊരു കഥ പറയുമ്പോൾ സാധാരണ എല്ലാവരും എതിരേൽപ്പിനായി പോകും, പള്ളിവേട്ടയ്ക്കായി പോകും. ആ പള്ളിവേട്ട വരുന്ന സമയം ഇന്നത്തെ കാലത്തിനനുസരിച്ച് ചെണ്ടമേളം, ചിന്ത് ഇതൊക്കെ ഉണ്ട്. ആ സമയം കൂടിയൊക്കെ കണക്കിലെടുത്ത് പാട്ടുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. ആ കുറവായ രീതിയിൽ മാത്രമാണ് ഇവിടെ നിന്ന് അവതരിപ്പിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് പിന്നെ ആലോചിച്ചതിന് ശേഷം നമ്മൾ ദേവാസുര യുദ്ധം എന്ന കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ താളം ഏകതാളമാണ്. ശാസ്താംപാട്ടിലെ രാജതാളമാണ് ഏകതാളം. ദേവാസുരാ യുദ്ധത്തിങ്കൽ ദേവാദികൾ തോൽക്കുകയതിനാൽ. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ ദേവാദികൾ തോൽക്കുക മാത്രമല്ല, യുദ്ധത്തിൽ തോറ്റവർ എഴുന്നേറ്റ് വരുന്നില്ല. എന്നാൽ അസുരന്മാർ തോൽക്കുന്നുമില്ല. യുദ്ധത്തിൽ തോറ്റു മരിച്ചവർ എല്ലാം ജീവിച്ചു വരുന്നു. ജീവിച്ചതിലും ഉഷാറോടുകൂടി അവർ തിരിച്ചു വരാണ്. ഇത് കണ്ടപ്പോൾ ദേവന്മാർക്ക് മനസ്സിലായി തങ്ങൾക്ക് ഇവരെ ജയിക്കാൻ സാധിക്കില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? ദേവാദികൾ ഒത്തുടൻ ചെന്നു വ്യാഴത്തിൻ്റെ മന്ദിരമതിലേ ദേവകളെ കണ്ടോരു
അരുൾ ചെയ്തു ബൃഹസ്പതി താനും. അങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതിയുടെ വീട്ടിൽ ചെല്ലാണ്. നമുക്കിതിനെന്തൊരു പോം വഴിയെന്ന് ദേവകൾ ഗുരുവിനോട് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഗുരു പറഞ്ഞു, മൃതസഞ്ജീവനി എന്നൊരു മന്ത്രം ശുക്രനുടെ കൈവശമുണ്ട്. അഴകോടത് പഠിച്ചു ഗ്രഹിച്ചാൽ അസുരകളെ ഒക്കെ ജയിക്കാം. ബൃഹസ്പതി പറഞ്ഞു ദേവകളോട്, അസുരഗുരുവായ ശുക്രാചാര്യൻ്റെ അടുത്ത് മൃതസഞ്ജീവനി എന്നൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കാനുള്ള കഴിവുള്ളതാണ്. യുദ്ധത്തിൽ മരിക്കുന്ന അസുരന്മാരെയെല്ലാം ഗുരു ശുക്രാചാര്യൻ രക്ഷിക്കുന്നു. നമുക്കതിന് കഴിവില്ല. അതുകൊണ്ട് ആ വിദ്യ എങ്ങനെയും പഠിക്കണം. ആ വിദ്യ പഠിച്ചാലേ ഇനി നമുക്ക് അവരെ ജയിക്കാൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെ തന്നെ ദേവന്മാർ ആലോചിച്ചു, ഇതെങ്ങനെ പഠിക്കും, ആര് പോകും, അതിന് കഴിവുള്ളവരാരുമില്ല. അപ്പോൾ ബൃഹസ്പതി എന്തു ചെയ്തു, തന്നൂടെ മകനാകിയ കജനെ വിളിച്ചൂടനെ ഒന്നാരുൾ ചെയ്തു. അങ്ങനെ തൻ്റെ മകനായ കജൻ ചില്ലറക്കാരനല്ല, ബൃഹസ്പതിയുടെ മകനും എല്ലാ കഴിവുകളുമുള്ള ഗുരുവിൻ്റെ ഗുരുപുത്രനാണ്. അങ്ങനെ പറഞ്ഞു, ഈ വിദ്യ പഠിക്കാനായിട്ട് ഇവിടെ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് നീ തന്നെ പോകണം. നീ ചെന്നു പഠിക്കുക വേണം. ശുക്രനുടെ മന്ത്രമാദിപ്പോൾ. അതുകൊണ്ട് നീ പോയി ശുക്രനെ കണ്ട് ശുക്രൻ്റെ അടുത്ത് നിന്ന് ഈ വിദ്യ പഠിക്കണം. അന്ന് ഗുരുവിനെ സ്വീകരിക്കാനായിട്ട് ആര് ചെന്ന് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമസ്കരിച്ച് കാൽക്ക് വീണാൽ, എത്ര വലിയ ശത്രു ആയാലും അന്ന് കാൽക്ക് വീണാൽ ഗുരു ശിഷ്യനായി അംഗീകരിക്കുമെന്നുള്ളൊരു സത്യകാലഘട്ടമായിരുന്നു അന്ന്. അങ്ങനെ ആയാദീനെ കേട്ടോരു, അങ്ങനെ ആ വാക്ക് കേട്ട് ശുക്രൻ്റെ അടുത്ത് ചെന്നു കാൽക്കൽ വീണ് നമസ്കരിച്ച് ഗുരുവായി ശുക്രനെ വരിച്ചു. കാൽക്കൽ വീണു നമസ്കരിച്ചു ഗുരുവായി ശുക്രനെ വരിച്ചു. അങ്ങനെ ശുക്രൻ ചോദിച്ചു, കാൽക്ക് വീണ് നമസ്കരിച്ച കജനോട് ചോദിച്ചു, ദേവകളിൽ മുൻപനായ അന്തണനാം കജനന്തയുടെ ഇവിടെ ഇപ്പോൾ? അന്തണൻ ബ്രാഹ്മണനാണ്, ശുക്രൻ അസുരഗുരുവാണ്, അസുരൻ വർഗത്തിൽപ്പെട്ടതാണ്. ദേവന്മാരും അസുരന്മാരും രണ്ട് രീതിയിലുള്ള ജീവിതശൈലിയുള്ള ആൾക്കാരാണ്. അങ്ങനെ ശുക്രൻ്റെ ശിഷ്യനായിട്ട്, അങ്ങനെ അവിടെ തന്നെ ശിഷ്യനായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കജനെ ശിഷ്യനായിട്ട് കൂടെ ചേർത്തു. അങ്ങനെ ശുക്രൻ്റെ മകളാണ് ദേവയാനി. ദേവയാനിയും കജനും തമ്മിൽ വയസ്സിൽ വലിയ നിസ്സാര മാറ്റങ്ങളുള്ളൂ. അങ്ങനെ ദേവയാനിക്കാണ് പശുവിനെ മേക്കലും കൊണ്ടുകെട്ടലൊക്കെ ഉള്ള
തൊഴിൽ. കാട്ടിൽ പശുവിനൊക്കെ മേയ്ക്കാൻ പോവും. അങ്ങനെ ദേവയാനിയും കജനും കൂടി വസിച്ചാനങ്ങതു മുതൽ കജനും ദേവയാനിക്കു വേണ്ടും പരികർമ്മം ചെയ്തിടും കജനുമതപ്പോൾ. അങ്ങനെ ദേവയാനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു. ഞാനിപ്പോൾ ഈ പറയുന്നത് യൂട്യൂബിൽ ഈ പാട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം. ഈ കഥകളും ചേർത്ത് വെച്ചിട്ട് അത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ആ മഹത്വം മനസ്സിലാവും. ഇത് ഇരട്ടിയും ഇതിൻ്റെ ഇരട്ടിയുടെ താളൊക്കെ കൊട്ടിയാണ് അത് പാടിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടി ആസ്വദിക്കാൻ വേണ്ടിയാണ്. ചുരുക്കത്തിൽ ഈ ഇന്നത്തെ ഈ സമയമില്ലാത്ത കാലത്ത് ആർക്കും ഒന്നിനും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ശ്രവണത്തിനും അർത്ഥവ്യാപ്തിക്കും വേണ്ടി മനോവൃത്തികളെ ഇല്ലാതാക്കാനും വേണ്ടിയാണ് ഈ ശ്രമം ഇവിടെ നടത്തുന്നത്. അത് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളണം. അങ്ങനെ കജനും ദേവയാനിയും കൂടി അങ്ങനെ ഒരുമിച്ച് അവിടെ വസിക്കുന്ന കാലത്ത് പശുക്കളെ മേയ്ക്കാനും ഇവർ രണ്ടാളും കൂടിയും പോവും. കാട്ടിൽ കാണുന്ന ചെടികളും പൂക്കളൊക്കെ പറിക്കും. അങ്ങനെ പൂക്കളൊക്കെ ദേവയാനി കൊണ്ട് കൊടുക്കും. ഇത് കണ്ടപ്പോൾ അസുരന്മാർക്ക് മനസ്സിലായി ഇവൻ വന്നേക്കണത് ഈ വിദ്യ പഠിക്കാനാണെന്നുള്ളത്. അങ്ങനെ അസുരന്മാർ കൂടി ആലോചിച്ചു എന്തതിനൊരു മാർഗം. അങ്ങനെ കാട്ടിൽ പോയപ്പോൾ കജനെ പല പ്രാവശ്യം അസുരന്മാർ കൊന്നു, കാട്ടിൽ വലിച്ചെറിഞ്ഞു. പക്ഷേ വൈകുന്നേരം കജനെ കാണാതെ ആവുമ്പോൾ ദേവയാനി അച്ഛനോട് പറയും, അച്ഛ കജനെ കാണുന്നില്ല എന്ന് പറയും. ശുക്രൻ മന്ത്രം ചൊല്ലി വിളിക്കും. കജൻ ജീവനോടെ തിരിച്ചെത്തും. ഇങ്ങനെ ഒരുപാട് കഴിഞ്ഞപ്പോൾ അസുരന്മാർക്ക് മനസ്സിലായി ഇനി എന്താ ചെയ്യണ്ടേ എന്നുള്ളത്. അവർക്കൊരു രൂപമില്ലാതെ അവസാനം ശുക്രാചാര്യർ എന്നും വൈകിട്ട് കള്ളു കുടിക്കുന്ന ഒരാളാണ് ശുക്രാചാര്യർ. അങ്ങനെ ഒരു ചെറിയ കുടം കള്ളാണ് അന്ന് കുടിക്കുന്നത്. ആ കുടത്തിൽ ഈ കജനെ കൊന്ന് കത്തിച്ച് ഭസ്മമാക്കി ആ ഭസ്മം ഈ കുടത്തിൽ കലക്കി വയ്ക്കും. അങ്ങനെ ഈ ശുക്രാചാര്യർ വൈകുന്നേരം വന്ന് ഈ കള്ളെടുത്ത് കുടിക്കും. അങ്ങനെ ദേവയാനി കുറേ കഴിഞ്ഞെത്തിയപ്പോൾ അച്ഛനോട് പറഞ്ഞു കജനെ കാണാനില്ല, കജനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കജൻ വന്നില്ല. അപ്പോൾ ശുക്രൻ പറഞ്ഞു അവനെ കാണാനില്ലേ മകളെ, അവൻ വരില്ലേ, ഇനി അവൻ്റെ കർമ്മം ഒടുങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനി പറഞ്ഞു കജനെ തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ മരിക്കും. അപ്പോൾ ശുക്രാചാര്യർക്ക് ദേവയാനിയോട് ഭയങ്കര സ്നേഹമാണ്. മകളെന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തോടു കൂടിയാണ് ആചാര്യൻ ഇരിക്കുന്നത്, ശുക്രാചാര്യൻ. അങ്ങനെ ഒന്നും കൂടി മന്ത്രം ചൊല്ലി വിളിച്ചു കഴിഞ്ഞപ്പോൾ ശുക്രൻ്റെ വയറ്റിൽ കിടന്ന് കജന വിളി കേട്ടു. അപ്പോൾ ചോദിച്ചു നീ എങ്ങനെ എൻ്റെ വയറ്റിൽ കടന്നു എന്ന് ചോദിച്ചപ്പോൾ അസുരന്മാരൊക്കെ എന്നെ കൊന്ന് കത്തിച്ച് ഭസ്മമാക്കി അങ്ങനെ ഈ സുരയിൽ കലർത്തി തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് ആ മദ്യം കഴിച്ചപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ വയറ്റിൽ വന്നു എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ശുക്രാചാര്യ ചോദിച്ചു ഞാൻ വേണോ കജൻ വേണോ എന്ന് ചോദിച്ചു ദേവയാനിയോട്. അപ്പോൾ ദേവയാനി പറഞ്ഞു അച്ഛനും കജനും ഒരുപോലെ എനിക്ക് വേണം, രണ്ടാൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ ഗതിയില്ലാതെ ശുക്രാചാര്യർ കജന് വയറ്റിൽ ഇട്ട് തന്നെ മൃതസഞ്ജീവനി മന്ത്രം പഠിപ്പിച്ചു. അങ്ങനെ ആ മന്ത്രം പഠിച്ച് കഴിഞ്ഞപ്പോൾ ശുക്രൻ്റെ ഉദരം പൊട്ടി അങ്ങനെ കജൻ പുറത്തു വന്നു. കജൻ എന്ത് ചെയ്തു? ഈ മന്ത്രം ചൊല്ലി ശുക്രനെയും ജീവിപ്പിച്ചു. അങ്ങനെ ബൃഹസ്പതിയുടെ മകനായ കജൻ അസുരഗുരുവായ ശുക്രൻ്റെ വയറ്റിൽ നിന്ന് ജനിച്ചതോടുകൂടി ശൂർപകനായി അസുരനായി മാറി. അങ്ങനെ ഈ വിദ്യ പഠിച്ചു കഴിഞ്ഞു. കജന് ഓർമ്മ വന്നു തനിക്ക് തൻ്റെ വീട്ടിൽ പോകണം. ദേവയാനിയോട് പറഞ്ഞു ഞാൻ ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനി പറഞ്ഞു അങ്ങനെ പോകരുത്, എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു എനിക്കതിന് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനി ശാപം കൊടുത്തു. അച്ഛനിന്നു നിനക്കു തന്നൊരു വിദ്യ വേണ്ട സമയത്ത് നിഷ്ഫലമായി ഭാവിക്ക എന്നൊരു ശാപവും കൊടുത്താനവൾ. അച്ഛൻ പഠിപ്പിച്ച ഈ വിദ്യ വേണ്ട സമയത്ത് നിനക്ക് ഉപകാരമില്ലാതായി തീരും, നിഷ്ഫലമായി തീരും. ഇത് കേട്ട് കജനും ഒരു ശാപം തിരിച്ചു കൊടുത്തു. അന്തണാരിലൊരുവരും നിൻ്റെ കാന്തനാവുകയില്ലെന്നേ. ബ്രാഹ്മണരെല്ലാവരും നിനക്ക് ഭർത്താവായി വരാതിരിക്കട്ടെ എന്നും പറഞ്ഞ് കജനും ഒരു ശാപം കൊടുത്തു. അങ്ങനെ അവിടെ നിന്നും ദേവലോകത്തേക്ക് കജൻ യാത്രയായി. ഇതാണ് ദേവാസുര യുദ്ധം ഫസ്റ്റ് പാട്ടിലുള്ളത്. ഇതാണ് ഗുരുവിന് ദക്ഷിണ നൽകി ഗുരുവിനോട് യാത്ര പറഞ്ഞ് അങ്ങനെ കജൻ പോയി. അവിടെ ചെന്നു. ആദ്യത്തെ പാട്ട് കഴിഞ്ഞു. ഒരു 45 മിനിറ്റ് വരും ഈ പാട്ട്. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പാട്ട് വരുന്നത്. അങ്ങനെ ഈ രണ്ട് പാട്ടിൻ്റെ അർത്ഥം കൂടി ഇപ്പോൾ പറയാൻ സമയമുള്ളൂ. അങ്ങനെ ദേവലോകത്ത് കജൻ എത്തിക്കഴിഞ്ഞപ്പോൾ ദേവകൾ പറഞ്ഞു, നീ അവിടെ നിൽക്ക്, നീ വീട്ടിലേക്ക് കയറരുത്, ദേവലോകത്തേക്ക് നീ കയറരുത്. കാരണം നീ ശുക്രൻ്റെ ഉദരം പൊട്ടി ജനിച്ച ശൂർപ്പകനാണു നീ. അഴകിയ മണിമണ്ഡപത്തിനകത്ത് കയറുകയരുതടൂ. ഈ മണിമണ്ഡപത്തിനകത്തേക്ക് നിനക്കിനി പ്രവേശനമില്ല. കജന് ഭയങ്കര വിഷമമായി. ഇവരെ രക്ഷിക്കാൻ വേണ്ടി താനിവിടുന്ന് യാത്രയായി. ഇന്ന് തന്നെ ദേവലോകത്തൊന്ന് ഇറക്കി വിട്ടു. അങ്ങനെ ഭയങ്കര ദുഃഖത്തോടു കൂടി ചെയ്യണമിവർക്കിന്നു നാശവും എന്നുറച്ചു മനസ്സിലെ. അങ്ങനെ എങ്ങനെയെങ്കിലും ഇവർക്ക് നാശം ചെയ്യണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു. ചെന്നു മേന്മല പൊക്കു നല്ലൊരു ധന്യമായ സ്ഥലത്തായി. അങ്ങനെ ചെന്ന് ഒരു മലയിൽ ധന്യമായൊരു സ്ഥലത്തായി അഗ്നി കൂട്ടിയിരിച്ചു. അതിനോട് മദ്യയൂനിയ സൂചിമേൽ ഏകപാദവും ഊന്നി അതിനോട് ചേർത്തു പരപാദവും വിഘ്നമൊക്കെ ഒഴിപ്പതിനായി വിഘ്നേശ്വരനെയും വന്നിച്ച് അങ്ങനെ ഭയങ്കരമായ തപസ്. അഗ്നി കൂട്ടി അതിൻ്റെ നടുക്ക് സൂചി കുത്തിയ സൂചിയും ഒറ്റക്കാലിൽ നിന്ന് തപസ് അങ്ങോട്ട് ആരംഭിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചുറ്റിനാനവൻ മെയ്യിലാകവെ വള്ളികൾ പല ജാതിയും കൂടുകെട്ടി വസിച്ചിതു പല പറവകൾ തല തന്നിൽ. അങ്ങനെ ഭയങ്കരമായ തപസ്. ഈ തപസ് കണ്ട് കാട്ടുവള്ളികളെ കൊണ്ട് നിറഞ്ഞു ഇവൻ്റെ ശരീരം മുഴുവൻ. അങ്ങനെ ഈ വള്ളികളുടെ ഉള്ളിൽ കൂട് കെട്ടി വസിച്ചു. ഇവൻ്റെ തലയിൽ മുടിയൊക്കെ വളർന്ന് ജടയായി. അങ്ങനെ ഈ ഭയങ്കരമായ തപസ് കണ്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നീ എന്തിനങ്ങനെ ഈ തപസ് ചെയ്യണേ, എന്താ കാരണം എന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അങ്ങനെ ആ പറയാൻ പറയുമ്പോൾ രണ്ടാമത്തെ പാട്ടും തീർന്നു. പിന്നെ മൂന്നാമത്തെ പാട്ട് ആരംഭിക്കുകയാണ്. ആ പാട്ട് നിങ്ങൾ നെറ്റിൽ ശ്രദ്ധിച്ചാൽ കിട്ടും. രണ്ടാമത്തെ പാട്ട് ആരംഭിക്കുന്നത് ദേവയാനീതൻ ആശയത്തെയാ അനധാരിച്ചതു കാരണം എന്നും പറഞ്ഞ് രണ്ടാമത്തെ പാട്ട് തുടങ്ങുന്നത്. മൂന്നാമത്തെ പാട്ട് നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെ ശിവനോട് പറയാണ്, അരപം ജടയതിൽ അണിയും ഹരനുടെ അരുളാതു കേട്ടീട്ട സുരേശൻ അഴകോടാടി മലർ തൊഴുതു ചൊല്ലിനാൻ ഹരനോടായ കഥയെല്ലാം. അങ്ങനെ അരപൻ ജടയതിൽ പാമ്പിനെ ജടയിലും കഴുത്തിലുമൊക്കെ ചുറ്റിയ ആ ശിവൻ്റെ രൂപത്തിനാണ് പറയുന്നത്. അങ്ങനെ ഹരൻ്റെ വാക്ക് കേട്ട് ഹരനോട് പറഞ്ഞു തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ
വൈരാഗ്യത്തിന് വന്ന കാരണം ഇന്നതാണ്. അവരുടെ വാക്ക് കേട്ട് ഞാൻ അവരെ രക്ഷിക്കാനായി പുറപ്പെട്ടു. രക്ഷ നൽകിയോരെന്നെ അങ്ങവർ സഭയിൽ നിന്നിറക്കിയിടിനാൻ. എന്നെ അവർ ആ സഭയിൽ നിന്ന് ഇറക്കി വിട്ടു. അതുകൊണ്ട് എനിക്ക് അവരെ ഇല്ലാതാക്കണം, അതിനുള്ളൊരു വരം തരണം. അങ്ങനെ ആ വരം, അങ്ങനെ എന്ത് വരം വേണം എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ശൂർപ്പകൻ പറഞ്ഞു, എൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് തൊടുന്നവരൊക്കെയും ഭസ്മമാകണം. ഇതാണ് ആവശ്യപ്പെട്ട വരം. അങ്ങനെ എന്നെ ഇച്ഛ പോലെ ഭവിക്കുക എന്നൊരു വരം കൊടുത്തു ശിവൻ. വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സംശയം, ഇത് തന്നെ പറ്റിക്കാൻ, അതുകൊണ്ട് ഈ വരം ഒന്ന് പരീക്ഷിക്കണമെന്ന് വിചാരിച്ച് അത് തൊട്ടിടാൻ ഭവാൻ തൻ്റെ മാർവിൽ എന്ന് ചൊല്ലി അടുത്തത് ഭഗവാന്റെ മാറിൽ തൊട്ട് തന്നെ ഇത് പരീക്ഷിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഭസ്മാസുരൻ്റെ കഥ വരുന്നത്. അങ്ങനെ ശൂർപ്പകൻ ഭസ്മാസുരനായി മാറി. അങ്ങനെ മഹാദേവൻ ഓടി, പല സ്ഥലത്തും ഓടി, നിൽക്കുവാനരുതാഞ്ഞു ശിവനും ഓടി, പല സ്ഥലത്തും ഓടി. അങ്ങനെ ഓടുന്നതിൻ്റെ പിന്നിലൊക്കെ അസുരനും പിന്തുടർന്നു. അങ്ങനെ രക്ഷയില്ലാതെ അങ്ങനെ പാലാഴിയിലെത്തി വിഷ്ണുവിൻ്റെ അടുത്ത്. വിഷ്ണുവിൻ്റെ അടുത്തെത്തിയപ്പോൾ വിഷ്ണുവിന് കാര്യം മനസ്സിലായി. ഇഷ്ടദുഷ്ടനറിയാതെ അങ്ങ് വരം ദുഷ്ടനേകി ഹരൻ കഷ്ടനായി. ദുഷ്ടന്മാർക്ക് ഉപദേശമൊന്നും കൊടുക്കരുതൊരു കാലവും, പാമ്പിനമർന്നു കൊടുക്കുകയിൽ വിഷമേറുമതിനുടെ പല്ലിന്. ഇത്തരം നിനച്ചാശു മാധവൻ അസുരനെ വധം ചെയ്യുവാൻ. അങ്ങനെ അസുരനെ വധിക്കാനായിട്ട് മഹാവിഷ്ണു ഒരു സുന്ദരിയുടെ രൂപം എടുത്തു. അങ്ങനെ ആ പാട്ടോടെ അവസാനിച്ചു. അതിനുശേഷമാണ് ആ സുന്ദരിയുടെ രൂപത്തിലുള്ള പാട്ടാണ് പൂങ്കുളം ചാടിക്കുളിയും കഴിഞ്ഞു പൂന്തൂകിലാടാ ഞൊറിവച്ചൂടുത്തു. അങ്ങനെ ആ പൂങ്കുളം ചാടി എന്നുള്ള പാട്ട് അവിടെ ആ സുന്ദരിയുടെ രൂപത്തിനെ കുറിക്കുന്നതാണ്. അങ്ങനെ ഒരു ഊഞ്ഞാല് കെട്ടി ആ ഊഞ്ഞാലിരുന്ന് വീണ മീട്ടി പാട്ടുപാടി ഇങ്ങനെ ഈ രാഗങ്ങളെ കേട്ട് അസുരൻ വന്നു. അസുരൻ വന്നു കഴിഞ്ഞപ്പോൾ കഥ ചുരുക്കി പറയാണ്. അസുരൻ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണേ? അവർ പറഞ്ഞു എനിക്കൊരു ഭർത്താവില്ല, ഒരു ഭർത്താവിനെ അന്വേഷിച്ച് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നിനക്കൊരു ഭർത്താവിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ വേളി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സുന്ദരി പറഞ്ഞു അങ്ങനെ വേൾക്കാമെന്ന് പറഞ്ഞാൽ പോരാ, മാർവിൽ തൊട്ടൊരു സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണിനെ കണ്ട് മോഹിച്ച മൂലം പണ്ടേയുള്ള വരത്തെ മറന്ന് നെഞ്ചിൽ കൈവച്ചു. കൈവച്ചോടുകൂടി അസുരൻ ഭസ്മമായിപ്പോയി. അങ്ങനെ അസുരൻ്റെ കഥ അവിടെ അവസാനിച്ചു. അങ്ങനെ പാലാഴിയിൽ വിഷ്ണു എത്തി കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ആ പാട്ട് കഴിഞ്ഞു അടുത്ത പാട്ട് വരുന്നത്. ആ പാട്ടിൽ ചോദിക്കുകയാണ്, എങ്ങനെ നീ ശൂർപ്പകനെ കൊല ചെയ്തത്? അവർ ഞാനൊരു സുരമോഹിനി വേഷം പൂണ്ടവനെ വധിച്ചത് നാഥ എന്ന് പറഞ്ഞു. ഒരു മോഹിനി വേഷം പൂണ്ട് ഞാനവനെ വധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ആ മോഹിനി വേഷം എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അത് കാണാൻ പറ്റില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മോഹം ഉണ്ടാവും, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് കാണണ്ടാന്ന് മോഹിനിയും കാണണമെന്ന് ശിവനും വാശി പിടിച്ചു. അവസാനം ശിവൻ കോപിക്കണ മട്ടായപ്പോൾ കോപത്തെ കളക ഭവാനെ വേഷത്തെ കാണുക ഇന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ ആ വേഷം കാണിച്ചു. അങ്ങനെ ആ സ്ത്രീ രൂപം കണ്ട് അതിൽ ഭ്രമിച്ച് അതിലുണ്ടായ കുട്ടിയാണ് ഈ ശാസ്താവ്. ഇതാണ് ശാസ്താവിൻ്റെ ജനം. ഹരിയുടെയും ഹരൻ്റെയും ഹരിഹരാസുതൻ അങ്ങനെ ഉളവായി വന്നു. ഇതാണ് ശാസ്താവിൻ്റെ ജനനം പറയുന്നത്. അന്ന് നമ്മൾ പറഞ്ഞു മഹിഷി നാൻമുഖനെ തപസ്സുകൾ ചെയ്ത് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അങ്ങനെ ആരാലും അങ്ങനെ കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊല്ലണമെങ്കിൽ തന്നെ ഒരു പുരുഷനിൽ നിന്ന് 2 പുരുഷന്മാരിൽ നിന്ന് ജനിച്ച ഒരു കുട്ടിക്കാണ് എന്നെ കൊല്ലാൻ പാടുള്ളൂ എന്നൊരു വരത്ത വാങ്ങി. അങ്ങനെ മഹിഷി വിചാരിച്ച് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ആ കഥ ഇവിടെ സംഭവിച്ചു. അങ്ങനെ ആ ശാസ്താവാണ്
ഈ മഹിഷിയെ കൊന്നത്. ആ മഹിഷീനെ കൊന്ന് അങ്ങനെ സ്വർഗത്തിൽ ചെന്ന് ആ കഥകളൊക്കെ വേറെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കഥകൾ ചുരുക്കിയാണ് ഈ പറഞ്ഞത്. എതിരേൽപ്പ് വരെയുള്ള കഥ, അയ്യപ്പൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എതിരേൽപ്പിന് പോക്കായി. അങ്ങനെ ആ മഹിഷിയുടെ കഥയും കൂടി ഞാനിവിടെ പൂരിപ്പിക്കുകയാണ്. അങ്ങനെ ആ മഹിഷീനെ സ്വർഗത്തിൽ ചെന്ന് കാല് പിടിച്ച് വലിയ താഴേക്കിട്ടു സിംഹാസനത്തിൽ നിന്ന്. ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിൽ നിന്ന് കാല് പിടിച്ച് താഴേക്കിട്ട് താഴേക്ക് പോന്നു. മഹിഷിയും കൂടി ശാസ്താവും കൂടി താഴേക്ക് പോന്നു. അങ്ങനെ ആ എരുമയുടെ പിന്നാലെ വന്നു. അങ്ങനെ എരുമയുടെ മേലെ വീണ് അങ്ങനെ ആ പോരും വഴി തന്നെ എരുമേനെ കൊന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണുണ്ടെങ്കിൽ ആ രക്തത്തിൽ നിന്ന് അനേകം മഹിഷികൾ ജനിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഭൂമിയിൽ വീഴാതെ തന്നെ ഭൂതഗണങ്ങൾ അത് കുടിച്ച് തീർത്തു. 60 കോടി ഭൂതഗണങ്ങളുണ്ട് ശാസ്താവിന്. ആ ഭൂതഗണങ്ങളെല്ലാം ഈ രക്തം കുടിച്ച് തീർക്കുകയും അങ്ങനെ ആ എരുമ വീണ സ്ഥലം, എരുമയുടെ മേൽ വീണു, എരുമയും വീണ സ്ഥലമാണ് എരുമേലിൽ. അങ്ങനെയാണ് എരുമേലി ഉണ്ടായത്, എരുമേലിൽ. ഈ കഥയാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ഇത് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ളൂ. ഇത് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളണം. ഇതിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ വാക്കുകളുടെ രൂപങ്ങളിലും പാട്ടുകളൊക്കെ നമ്മുടെ പാട്ടിൽ കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പാട്ടിൽ അർത്ഥം പറഞ്ഞ് നിങ്ങൾ ധന്യരാകണം എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുതനേ, ശരണമയ്യപ്പ ഹരിഹരസുതന ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പ സ്വാമി ശരണം.